രാജ്യം ഉമ്മയാണല്ലോ. അപ്പൊ മക്കളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയെല്ലാം വളരെയധികം അന്വേഷിച്ച് നമുക്കുണ്ടാവും. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ അൽമാട്ടി പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് നിന്ന് താമസിച്ച് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കുട്ടികളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഞങ്ങൾ ഈ 5 വർഷത്തെ 6 വർഷത്തെ അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവരെ താമസിച്ച് അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിൽ കാണുമ്പോൾ എന്താണ് നാജിക്ക് തോന്നുന്നത്? കാരണം കുറെ ആൾക്കാർ ഏജൻസി വഞ്ചിച്ച കുട്ടികളെ ഞാൻ കണ്ടിന്, കുറെ പ്രശ്നമായ കുട്ടികളെ കണ്ടിന്. പക്ഷെ എന്നാലും മലയാളികള് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി അവർക്ക് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. ഇതിപ്പോ ഒരു നോർത്ത് ഇന്ത്യക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നില്ല ഇങ്ങനെ ഒരു വിശ്വസിച്ചൊരു ഫാമിലിയോട് നിൽക്കാൻ പറ്റുന്നത്. ഇന്നലെ നിങ്ങളെ ഹോസ്റ്റലിൽ വന്നപ്പോഴും എനിക്കത് മനസ്സിലായത്. നിങ്ങളാണെങ്കിൽ ആരാണെങ്കിലും ഒന്നരടി കുട്ടികളെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ വന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു നാട്ടിൽ പോയ ഫീൽ തന്നെയാണ് എല്ലാം കൊണ്ടും. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടൊന്നുമില്ല. കാരണം ഇവിടെ നോർമൽ എല്ലാവരും കുറെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ 1-2 കുട്ടികളാണെങ്കിൽ ഓക്കെയാണ്. ഇപ്പം 500 കൂടുതൽ കുട്ടികളായിട്ട് പഠിക്കുന്നുണ്ട്. പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ശാന്തമായ സ്ഥലമാണ്, കച്ചറയും കുൽമാലൊന്നുമില്ല. പിന്നെ എന്താ പറയണ്ടേ, ഒരു ഫാമിലി പോലെ തന്നെ എല്ലാ സ്ഥലത്തും കൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. കസക്കിസ്ഥാൻ വന്നപ്പോൾ കുറെ മലയാളികൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഇതൊരു പഠിക്കാൻ പറ്റിയ രാജ്യം തന്നെയാണ്. ഒക്കെ അവരെ കയ്യിലാണ്.